الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الإخوان والأخوات أوصيكم وإياي أولا بنفسي بتقوى الله وقد قال الله تعالى في القرآن العزيز أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وقال الله أيضا بسم الله الرحمن الرحيم ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അള്ളാഹുവിനെ കുറിച്ചുള്ള നിതാന്ത ജാഗ്രവത്തായ തഖ്വാബോധത്തോടുകൂടി ജീവിക്കുവാൻ, ജീവിതയാത്രയിൽ എപ്പോഴാണെന്നറിയാത്ത മരണമാകുന്ന ആ യാഥാർത്ഥ്യത്തെ എപ്പോഴും ഏറ്റവും കൂടുതലായി ഓർമ്മിക്കുവാനും, ഏതൊരു സന്ദർഭത്തിലാണോ നമ്മൾ ഓരോരുത്തരും ആ മരണത്തിന് കീഴൊതുക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമവും എല്ലാം കൂടിച്ചേർന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യാവസാനം വരെ എന്നാദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അവധിക്കാലങ്ങളിൽ നിന്ന് റിസൾട്ടുകളിലേക്ക് നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ പരിചിതരായിട്ടുള്ള നമ്മുടെ കുഞ്ഞനുജന്മാരും അനുജത്തിമാരുമൊക്കെ നീങ്ങുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കേരളീയ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് കൗമാരത്തിന്റെ ആദ്യത്തെ ഘട്ടം നേരിടുന്ന 10ാം ക്ലാസ്സുകാരും ഏകദേശം ഒരു 10-12 ദിവസങ്ങൾക്കുള്ളിൽ പുതിയ ഒരു ലോകത്തേക്ക് പറിച്ചു നടപ്പെടുന്ന +2കാരുമൊക്കെ അവരുടെ പരീക്ഷാ ഫലങ്ങൾ അറിഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൽ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ പേരമക്കളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുമിത്രാദികളുമായിട്ടുള്ളവരുടെ മക്കളുണ്ട്. അങ്ങനെ ഒരു സമൂഹമാണ് ഈ ഒരു കൂട് തുറന്നു വിട്ടിട്ട് ഇനിയും ഒരു കലാലയത്തിന്റെ ലോകത്തേക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലിലേക്ക് പോകാൻ വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മകൾ 10ാം ക്ലാസ്സിലെ റിസൾട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 10ഉം 12ഉം ഒക്കെ ക്ലാസ്സുകളായി
ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ കുറിച്ച്, ആ മക്കളെ നമുക്ക് ദാനമായി നൽകിയ യഹബുലക്കും എന്ന ഖുർആന്റെ പ്രയോഗം, അവൻ നിങ്ങൾക്ക് ദാനമായി നൽകിയതാണ്. അങ്ങനെ ദാനമായി നൽകിയ ആ മക്കളെ അതുപോലെ തന്നെ നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടി, അമാനത്തോടു കൂടി അവരെ തിരിച്ചുവിടേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം നമ്മളെ ഏൽപ്പിക്കുന്ന വലിയ ദൗത്യം. വിശുദ്ധ ഖുർആൻ അതിലെ 16-ാമത്തെ അധ്യായം സൂറ അൻ-നഹ്ലിലെ 72-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു: വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ നൽകിയത് അല്ലാഹുവാണ്. അതൊരു വലിയ അനുഗ്രഹമായി അല്ലാഹു തആല സൂറത്ത് റൂമിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. അപ്പോ മനുഷ്യരാശിക്ക് അവരിൽ നിന്ന് തന്നെ അവരുടെ വികാര വിചാരങ്ങൾ അറിയുന്ന, അവർക്ക് എല്ലാം പങ്കുവെക്കാൻ കഴിയുന്ന ഇണകളെ അല്ലാഹു തആല പരസ്പരം നൽകി എന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു ദൃഷ്ടാന്തമായി, ഔദാര്യമായി, അനുഗ്രഹമായി അല്ലാഹു തആല പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു: വജഅല മിൻ അസ്വാജികും ബനീന. ആ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് അവൻ സന്താനങ്ങളെ നൽകി. അത് മറ്റൊരു അനുഗ്രഹമാണ്. ആണും പെണ്ണുമാകുന്ന സന്താനങ്ങളെ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകി എന്നത്. എന്നിട്ട് രണ്ടാമത് ഖുർആൻ പറഞ്ഞു: വഹഫ്ദ. പേരമക്കളെയും നൽകി. അതിന്റെ തലമുറകളിൽ, നമ്മുടെ സന്താനങ്ങളിൽ വീണ്ടും സന്താനങ്ങളാകുന്ന, സന്താനങ്ങളെക്കാൾ നമുക്ക് പ്രിയപ്പെട്ട, സന്താനങ്ങളെക്കാൾ നമ്മുടെ വാത്സല്യത്തിന് അർഹത നേടുന്ന പേരമക്കളെയും അല്ലാഹു തആലയാണ് നിങ്ങൾക്ക് നൽകിയത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുകയാണ്: വറസഖകും മിനത് ത്വയ്യിബാത്ത്. വിശിഷ്ടമായത് നിങ്ങൾക്ക് വിഭവങ്ങളായി അല്ലാഹു നൽകി. ഈ ഭൂമിയിൽ വിശിഷ്ടമായത്, ഇണയായാലും സന്താനമായിരുന്നാലും പേരമക്കളായിരുന്നാലും ഇനി അതല്ലാത്ത മറ്റു വിശിഷ്ടമായ വസ്തുക്കൾ, അതാണ് അല്ലാഹു തആല നിങ്ങൾക്ക് അനുവദനീയമായ അനുഗ്രഹങ്ങളായി അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. ആ ആയത്തിനെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അല്ലാഹു തആല 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതാണ് എന്റെയും നിങ്ങളുടെയും ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ടത്. അഫബിൽ ബാത്തിലി യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. അങ്ങനെയാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അഫബിൽ ബാത്തിലി യുഅ്മിനൂന. ഇങ്ങനെ നിങ്ങൾക്ക് ഇണകളെയും നിങ്ങൾക്ക് സന്താനങ്ങളെയും നിങ്ങൾക്ക് പേരമക്കളെയും നൽകിയ അള്ളാഹുവിന്റെ ഈ വിശിഷ്ടമായ അവന്റെ ഔദാര്യ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ട് നിങ്ങൾ വ്യർത്ഥമായതിനെ കൊണ്ടാണോ, നിരർത്ഥകമായതിനെ കൊണ്ടാണോ, ഹക്കിന് വിപരീതമായ ബാത്തിലിനെ കൊണ്ടാണോ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകുന്നതിന് പകരം, ഈ അനുഗ്രഹങ്ങൾ നന്ദിക്ക് പാത്രീഭൂതമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിരർത്ഥകമായതിനെ കൊണ്ട് യാതൊരു വിധത്തിലുമുള്ള അർത്ഥത്തിന്, അല്ലെങ്കിൽ എന്താ പറയുക, ഹക്കായിട്ടുള്ള കാര്യത്തിന് ഉപയോഗപ്പെടുത്താത്ത വിധം നിരർത്ഥകമായതിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയാണോ? വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ കുഫ്റാക്കി കൊണ്ടിരിക്കുകയാണോ? നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണോ? നന്ദികേട് കാണിച്ചു കൊണ്ടിരിക്കുകയാണോ? നിരാകരിച്ചു കൊണ്ടിരിക്കുകയാണോ? അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാനും നിങ്ങളും, എന്റെയും നിങ്ങളുടെയും സന്താനത്തിന്റെ വിഷയത്തിൽ എന്ത് പറയും? നന്ദിയാണ് നമ്മുടെ സന്താനങ്ങളെ കൊണ്ട് നമ്മൾ തേടുന്നത് എന്ന് പറയാൻ, നന്ദിയുള്ള സന്താനങ്ങളാക്കിയിട്ടാണ് എൻ്റെ സന്താനങ്ങളെ ഞാൻ വളർത്തുകയും അവർക്ക് ഞാൻ പരിശീലനങ്ങൾ നൽകുകയും അവർക്ക് ഞാൻ വിദ്യാഭ്യാസം നൽകുകയും അവരെ ഞാൻ അങ്ങനെയാണ് പാകപ്പെടുത്തുകയും പരുവപ്പെടുത്തുകയും ചെയ്യുന്നത് എന്ന് പറയാമോ? അതല്ല ഖുർആന്റെ ചോദ്യം പോലെ അഫബിൽ ബാത്തിലി യുഅ്മിനൂന. അത് വിശ്വാസം തന്നെ നമുക്ക് ബാത്തിലായ നിലയിലാണ്. അതെന്താണ് ബാത്തിലായ നിലയിൽ വിശ്വാസമായി പോകുന്നത്?
ആ മക്കളെ നമ്മൾ ഫ്രെയിം വരച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നതും നയിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ അവരെ അയച്ചുകൊണ്ടിരിക്കുന്നതും തീർച്ചയായും ഐഹികമായ ലോകത്തേക്ക് മാത്രമാണെങ്കിൽ അത് നിരർത്ഥകമായ ഒരു ഫ്രെയിമിലാണല്ലോ, അത് ബാത്തിലായ ഒരു ഫ്രെയിമിലാണല്ലോ. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നാളെ പാരത്രിക ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ സന്താനങ്ങൾ അനുഗ്രഹത്തിൽപ്പെട്ടതാ, നമ്മുടെ മക്കൾ അനുഗ്രഹത്തിൽപ്പെട്ടതാ, നമ്മുടെ പേരമക്കൾ അനുഗ്രഹത്തിൽപ്പെട്ടതാ. ആ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹു തആല നമ്മളോട് വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് അവിടെ അതിന് നന്ദി കാണിച്ച ഒരു അടിമയാണ് എന്ന് പറയാവുന്ന ഒരു വിശ്വാസമാണോ നമുക്കുള്ളത്? അതല്ല നന്ദികേടിന്റെ നിരർത്ഥകമായ ഒരു വിശ്വാസത്തോടു കൂടിയാണോ നമ്മൾ ആ മക്കളെ കൈകാര്യം ചെയ്തത് എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. എന്ത് നമ്മൾ ഉത്തരം പറയും പ്രിയപ്പെട്ടവർ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്ത് പറയാൻ കഴിയും നമുക്ക്? എനിക്ക് വളരെ ആശങ്കയുണ്ട് എൻ്റെ മക്കളെ കുറിച്ച്. നിങ്ങളെ കുറിച്ചല്ല, നിങ്ങളെ മക്കളെ കുറിച്ചല്ല, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മക്കളെ കുറിച്ച് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എൻ്റെ മക്കളും ഞാനും റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ എൻ്റെ മക്കളെ ഞാൻ തിരിച്ചുവിട്ടത്, ഞാൻ അവരെ നയിച്ചത്, നമ്മൾ നയിക്കുകയാണ് അല്ലെ. +2 കഴിഞ്ഞാൽ എവിടേക്കാണ് നമ്മുടെ മക്കൾ പോകേണ്ടത് എന്നത് നമ്മൾ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ പോകണം, എവിടം വരെ പോകണം, എത്രത്തോളം പോകണം, എவ்விதം പോകണം, അതിനു വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്ലാൻ ബാത്തിലായ അല്ലെങ്കിൽ ഹക്കായ 2 സംഗതികളേ ഉള്ളൂ. ഒന്ന്, ഇസ്ലാമിന്റെ ഹക്കായ വഴിയിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ആ മക്കളെ നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്ന, വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നയിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്ലാനിങ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ബാത്തിലായിട്ടുള്ള എന്തെല്ലാമോ വിശ്വാസങ്ങളെ നമ്മളിങ്ങനെ ധാരണകളായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഊഹോപാഹങ്ങൾ എന്ന് പറയുന്ന ഊഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എന്തൊക്കെയോ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിരർത്ഥകമായി നമ്മൾ ഈ ദുനിയാവിന്റെ ഫ്രെയിമിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെയായിരിക്കും എന്റെയും നിങ്ങളെയും മക്കൾ? എന്തായിരിക്കും ഞാനും നിങ്ങളും റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ? ആ സന്താനങ്ങളുടെ അനുഗ്രഹത്തിന്റെ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പാകപ്പെടുത്തുകയും പരുവപ്പെടുത്തുകയും അവിടുന്ന് മാതൃകയാക്കുകയും ചെയ്യണം എന്ന് ഓരോ വിശ്വാസികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചത്. വിശ്വാസപരമായിട്ട് അവിടുന്ന് നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞത് 60-ാമത്തെ അധ്യായത്തിന്റെ സൂറത്തുൽ മുംതഹിനയിലെ 4-ാമത്തെ വചനത്തിലാണ് എങ്കിൽ അവിടുത്തെ ധാർമ്മികമായ ജീവിതത്തിന്റെ തലത്തിൽ നിങ്ങൾക്കുള്ള മാതൃകയുണ്ട് എന്ന് പറഞ്ഞത് അത് 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തെ വചനമാകുന്ന 78-ാമത്തെ വചനത്തിലാണ് എങ്കിൽ അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വാക്യം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 131-ാമത്തെ വചനത്തിലാണ് എന്റെയും നിങ്ങളുടെയും ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. എങ്ങനെ? ഞാനും നിങ്ങളും അത് ഓർമ്മയിൽ കൊണ്ടുവരണം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അല്ലയോ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളെ, നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. അതാണ് ഇത് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഓർമ്മ മണ്ഡലത്തിലേക്ക്, നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക്, നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ ഈ പറയുന്ന കാര്യത്തെ ഒന്ന് കൊണ്ടുവരണം. ഖാല ലഹു റബ്ബുഹു, അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞതാണ് നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടത്. എന്താണ് പറഞ്ഞത്? അസ്ലിം, നീ മുസ്ലിം ആകണം, നീ മുസ്ലിം ആകണം എന്നാണ് പറഞ്ഞത്. ഖാല, അദ്ദേഹം പറഞ്ഞു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥന് ഞാനിതാ കീഴൊതുങ്ങിക്കൊണ്ട് ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ പറഞ്ഞു. അപ്പോ ലോകങ്ങളുടെ നാഥന് നമ്മൾ മുസ്ലിം ആകുമ്പോൾ മാത്രമേ ആ നാഥന്റെ കൽപ്പനകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ മേഖലകൾ നമുക്ക് ചിട്ടപ്പെടുത്താൻ കഴിയും. നമ്മളിവിടെ മുസ്ലിം ആയത് ലോകനാഥന് വേണ്ടിയല്ല, നമ്മൾ വേറെന്തിനൊക്കെ വേണ്ടിയാണ്. സാമ്പത്തികമായ വിഷയത്തിന് വേണ്ടി ഒരാളെ മുസ്ലിമായാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ സാമ്പത്തികമായ നഷ്ടമുണ്ടാകുന്ന ഒരു വിഷയത്തിലും അള്ളാഹുവിന് വേണ്ടി കീഴൊതുങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് പലിശ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത്.
അതെന്താ അങ്ങനെ പറയാൻ കാരണം? വിദ്യാഭ്യാസവുമായി ഇന്ന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് പലിശയാണ്. അല്ലെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. വിദ്യാഭ്യാസവുമായി +2 എന്ന് പറയുന്ന ഒരു കടമ്പ കടന്നു കിട്ടിയ നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള ഉന്നതമായ വിദ്യാഭ്യാസം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പലിശയിൽ അധിഷ്ഠിതമായ ലോണുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അധിക പേരും. അപ്പൊ നമ്മൾ ആർക്കു വേണ്ടിയാ മുസ്ലിം ആയത്? ഇബ്രാഹിം നബി മുസ്ലിം ആയത് ആർക്കു വേണ്ടിയാ? ഇബ്രാഹിം നബി അള്ളാഹ്ക്ക് വേണ്ടി മുസ്ലിം ആയതാണ്. അതുകൊണ്ട് അള്ളാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞ ഏറ്റവും തീവ്രമായ, ഏറ്റവും കഠിനമായ പരിശ്രമങ്ങളെ അല്ലെങ്കിൽ പരീക്ഷണങ്ങളെ നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അല്ലെ, എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഞാൻ അവിടേക്ക് പോകുന്നില്ല. അദ്ദേഹത്തോടൊപ്പം നടക്കാനുള്ള പ്രായം അദ്ദേഹത്തിന് മകന് ആയ സന്ദർഭത്തിലാണ് അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞത്, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. സൂറത്ത് സാഫാത്ത് 102-ാമത്തെ ആയത്ത്. നിന്നെ അറുക്കണമെന്നതാണ് എനിക്കുള്ള സ്വപ്ന ദർശനം. ഞാൻ എന്താണ് വേണ്ടത് മകനെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്താണോ റബ്ബിന്റെ കൽപ്പന അത് അപ്രകാരം താങ്കൾ നിർവഹിക്കുക, അപ്രകാരം ചെയ്യുക. എന്നെ താങ്കൾക്ക് ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ കാണാവുന്നതാണ്. അപ്പൊ അവരാർക്കു വേണ്ടിയാ മുസ്ലിം ആയത്? അള്ളാഹ്ക്ക് വേണ്ടിയാ. ഞാനും നിങ്ങളോ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയല്ലാത്തത് കൊണ്ട് നമുക്ക് പലിശ വലിയ വിഷയമല്ല. നമ്മൾ വേറെ ആർക്കോ വേണ്ടി മുസ്ലിമായി, വേറെ ആർക്കോ ഒക്കെ ഉള്ള കാര്യേഷ്യമാരും അപ്പളമാരായിട്ട്, അല്ലെങ്കിൽ വേറെ എന്തിനൊക്കെ വേണ്ടി നമ്മൾ പാരമ്പര്യമായിട്ട് അങ്ങനെ മുസ്ലിമായി. അങ്ങനെയല്ല, നമ്മൾ മുസ്ലിം ആകേണ്ടത് അള്ളാഹ്ക്ക് വേണ്ടിയാ. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ മുസ്ലിം ആകുമ്പോഴാണ് അല്ലാഹു തആലയുടെ കൽപ്പനകളാണ് ഞാൻ ശിരസ വഹിക്കേണ്ടത്, അതിനെയാണ് ഞാൻ കീഴ്പ്പെട്ട് ജീവിക്കേണ്ടത് എന്ന് എനിക്കും നിങ്ങൾക്കും ബോധം വരിക. ഓരോ രംഗത്തും കൈക്കൂലി. നോക്കി, ഈ പലിശ വാങ്ങി പഠിച്ച വിദ്യാർത്ഥിനികളിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് അവർ വരുമ്പോൾ അവരുടെ മുഖമുദ്രയായിട്ട് കൈക്കൂലി മാറുന്നു. പേരുകളൊന്നും വ്യത്യാസപ്പെടാനില്ല. നമ്മൾ വായിക്കുന്നത്, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സ്വപ്നയുടെ പേരാണെങ്കിൽ, അല്ലെ, വിജിലൻസിൽ നിന്ന് പിടിക്കപ്പെട്ടത് ഒരു സ്വപ്നയുടെ പേരാണെങ്കിൽ, അതിന്റെ തൊട്ടപ്പുറത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജനറൽ ആശുപത്രിയിൽ നിന്ന് പിടിക്കപ്പെട്ടപ്പോൾ എഴുതിയ പേര് ജമീല എന്നാണ്. ഇപ്പൊ സ്വപ്നയുടെ പേരാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തൃശ്ശൂരിൽ ഇരുന്നപ്പോഴും, തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇരുന്നപ്പോഴും അവർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനിലേക്ക് വന്നപ്പോഴും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല, അതൊരു മുസ്ലിം നാമമായില്ല എന്ന് മാത്രം. പക്ഷേ മുസ്ലിം നാമങ്ങൾ എത്രയോ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആർക്കു വേണ്ടിയാണ് നമ്മൾ മുസ്ലിം ആയത്? ആർക്കു വേണ്ടിയാണ് നമ്മൾ ഇസ്ലാമിനെ സ്വീകരിച്ചത്? നമ്മുടെ ഇസ്ലാമിന്റെ സ്വീകരണം അതാണ് ഈ ആയത്തിന്റെ തഫ്സീറില് മുഫസ്സിറുകൾ പറയുന്നത്. സമൂഹത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ സ്വീകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരോട് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞ അതേ വാക്ക് അല്ലാഹു തആല നമ്മളോട് പറയുമ്പോൾ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്നവർക്ക് പറയാൻ കഴിയില്ല. കാരണം അവർ റബ്ബിന് വേണ്ടി മുസ്ലിം ആയിട്ടില്ല. അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ, അല്ലെ, നമ്മളും റബ്ബിന് വേണ്ടി മുസ്ലിം ആയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പലിശക്കെടുക്കുന്ന ലോൺ എന്ന് പറയുന്ന പലിശക്കെടുക്കുന്ന പൈസ കൊണ്ട് പഠിച്ചിട്ട് ജീവിതകാലം മുഴുവൻ അതിന്റെ വരുമാനമാകുന്ന ഒരു ജോലി കിട്ടിയാൽ അതിന്റെ വരുമാനം കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ആ ജീവിതകാലം മുഴുവൻ ഒരു ഹറാമിന്റെ തുടക്കത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയതിനെ കൊണ്ട് നമ്മൾ അന്നം കഴിക്കേണ്ടി വരുന്ന ഒരു ഗതികേടും നമ്മുടെ സന്താനങ്ങളെ വളർത്തേണ്ടി വരുന്ന ഒരു ദുര്യോഗവും ആലോചിച്ച് നോക്ക്. വിദ്യാഭ്യാസത്തിന് ഇസ്ലാം വളരെ പ്രാധാന്യം കൊടുത്ത മതമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ആ വിഷയത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് തന്നെ അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ? അള്ളാഹ് ചോദിക്കാം. സമന്മാരല്ല, ഒരു സംശയമില്ല. കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും സമമാകുമോ എന്ന് ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. സമമല്ലല്ലോ. എന്നാൽ അതുപോലെ തന്നെയാണ് പ്രവാചകരെ താങ്കൾ ചോദിക്കുക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഇൽമുള്ള ആളുകളും ഇൽമില്ലാത്ത ആളുകളും സമന്മാരാകുമോ? ഇല്ല, ഇന്നമാ യതസക്കറു ഉലുൽ അൽബാബ്, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർക്കാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുക.
അതൊരിക്കലും സമമാകൂല. അറിവിന് ഇസ്ലാമോളം പ്രാധാന്യം കൊടുത്ത, ഇസ്ലാമോളം അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമമാണ് എന്ന് പറഞ്ഞ ആ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടവൻ ആ മാർഗത്തിൽ മരണപ്പെട്ടാൽ ഷഹാദത്തിന്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞ ആ അത്രയേറെ ഉന്നതമായ പ്രതിഫലാർഹമാകുന്ന പ്രാധാന്യത്തോടുകൂടി ഇസ്ലാം പഠിപ്പിച്ച സംഗതിയാണ് അറിവ്. പക്ഷേ ആ അറിവിന്റെ പേരിൽ, അല്ലെങ്കിൽ ആ അറിവിന്റെ ഇന്നത്തെ സാമൂഹികമായ അന്തരീക്ഷത്തിൽ അത് ഇസ്ലാമിക വിരുദ്ധമായ സംഗതികളുമായി കൊണ്ട് ഇടകലർന്നു പോകുന്ന, ഇഴചേർന്ന് പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ നമ്മൾ ആ ഇസ്ലാമിനെ വേറിട്ട് നിർത്താൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഇസ്ലാമിൽ അറിവിന് പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് എല്ലാ ഹറാമുകളെയും നമ്മളിലേക്ക് ആവാഹിച്ച് അടുപ്പിച്ച് നമ്മളിലേക്ക് ഇങ്ങനെ വാരിപ്പുണർന്നിട്ട് നമ്മൾ ഉന്നതമായ ബിരുദങ്ങൾ നേടുക എന്നതല്ല. ഇസ്ലാമിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മഹത്വത്തെ നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന ആ ഒരു നിലപാടിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും വളരേണ്ടത്. എന്റെയും നിങ്ങളുടെയും മക്കളെ നമ്മൾ വഴി നയിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ വഴി നയിക്കേണ്ടത്. ആ ഒരു വഴി നയിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? അല്ലാഹു തആല കൃത്യമായി പറയുന്നുണ്ട്, അങ്ങനെ ശരിയായ അറിവും ശരിയായ ബോധവും ശരിയായ അള്ളാഹുവിന് വേണ്ടി കീഴൊതുങ്ങുക എന്ന് പറയുന്ന ഇസ്ലാമികമായ ചിന്തയും ഞാൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുവാൻ വേണ്ടി എൻ്റെ പ്രഥമമായ ഉത്തരവാദിത്വം അതാണ് എന്ന തിരിച്ചറിവുമുള്ള ഒരുവൻ, അവൻ അറിവ് നേടിയാൽ ഉണ്ടാകുന്ന ഗുണം സൂറത്ത് സുമറിലെ ഈ 9-ാമത്തെ ആയത്ത്, അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണോ എന്ന് ചോദിക്കുന്ന 9-ാമത്തെ ആയത്തിന്റെ ആരംഭത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ. ആരാണവൻ? അമ്മൻ ഹുവ ഖാനിതുൻ, ശരിയായ അറിവ് നേടിയ ഒരുവൻ, അവൻ അങ്ങേയറ്റം ഭയഭക്തനായിരിക്കും, അങ്ങേയറ്റം അല്ലാഹുവിനെ ഭയപ്പെടുന്നവനായിരിക്കും. ഇസ്ലാമിന്റെ അറിവിന്റെ പ്രത്യേകത അതാണ്. ഇസ്ലാം അറിവ് വളരും തോറും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ അവന്റെ ഹൃദയം എപ്പോഴും തപിച്ചുകൊണ്ടിരിക്കും. ഹൃദയത്തിൽ എപ്പോഴും അതിന്റെ പ്രതിഫലനങ്ങൾ, അതിന്റെ അനുരണനങ്ങൾ അവന്റെ ഹൃദയത്തിൽ എപ്പോഴും അത് നിലനിന്നുകൊണ്ടിരിക്കും. അമ്മൻ ഹുവ ഖാനിതുൻ, അവൻ അങ്ങേയറ്റം അവന്റെ റബ്ബിനെ കുറിച്ചുള്ള ഭയഭക്തിയിലായിരിക്കും. എന്നിട്ടോ ആനാ അൽ-ലൈലി, രാത്രിയുടെ യാമങ്ങളിൽ അവൻ എഴുന്നേറ്റ് നിൽക്കും. സാജിദൻ വഖായിമൻ, റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്നവരായും, വഖായിമൻ, റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നവരായിട്ടും അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആരെ? അറിവുള്ളവരെ. കൈക്കൂലി വാങ്ങുന്നവരായിട്ട് കാണാൻ കഴിയുന്നല്ല, പലിശക്ക് കൊടുക്കുന്നവരായിട്ട് കാണാൻ കഴിയുന്നല്ല, സ്ത്രീധനം വാങ്ങുന്നവരായിട്ട് കാണാൻ കഴിയുന്നല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊക്കെയാണ് ഇന്ന് അറിവ് നേടിയ ആളുകളെ സമൂഹത്തിൽ എനിക്ക് നിങ്ങൾക്കും കാണാൻ കഴിയുന്നത്. പിതാവ് പഠിപ്പിക്കുന്നതും വിലപേശി വാങ്ങാനാണ്, മക്കൾ പഠിക്കുന്നതും നമുക്ക് നാളെ ഇതിന്റെ 10 ഇരട്ടി ഈ ദുനിയാവിൽ നേടാനാണ് എന്ന ഒരു മനോഭാവത്തിലാണ് അറിവ്, ഇൽമ്, വിജ്ഞാനം എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു തആല പറയുന്നത്, അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണോ? അല്ല, ഒരിക്കലും സമമല്ല. അറിവുള്ളവൻ ആരാണ്? അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ, രാത്രിയിൽ ഉണർന്നെഴുന്നേറ്റ് തന്റെ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവനാണ്. തന്റെ റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സാഷ്ടാംഗം നമസ്കരിക്കുന്നവനാണ്. എന്നിട്ട് അല്ലാഹു തആല ആ ആയത്തിനെ അവസാനിപ്പിക്കുന്നതിൽ ആ ആയത്തിന്റെ ബാക്കി ഭാഗം പറഞ്ഞേ, യഹ്സറുൽ ആഖിറ, പരലോകത്തെ വളരെ കരുതലോടുകൂടി പടച്ചവനെ നാളെ പാരത്രിക ലോകത്ത് ഞാൻ ഒറ്റയ്ക്ക് വന്നു നിൽക്കേണ്ട ഇടമാണ് എന്ന ആ കരുതലോടുകൂടി ജീവിക്കുന്നവനാണ്. വയർജു റഹ്മത റബ്ബിഹി, അവന്റെ റബ്ബിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകുന്നവനാണ്. എന്നിട്ടാണ് ഖുർആൻ ചോദിച്ചത്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്ന് പ്രവാചകരെ അങ്ങ് ചോദിക്കുക. അറിവുള്ളവൻ ആരാണ്? അറിവുള്ളവൻ അല്ലാഹുവിനെ അറിഞ്ഞവനാണ്. അറിവുള്ളവൻ ആരാണ്? അവൻ അല്ലാഹുവിന് കീഴ്പ്പെട്ടവനാണ്. അറിവുള്ളവൻ ആരാണ്? അവൻ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവനാണ്. ഇത് പറയും, ഈ ആയത്ത് പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ 39-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ആയത്ത് പറയുമ്പോൾ നമുക്ക് പേടിയാണ്.
ഇങ്ങനെ ഒരു അറിവുള്ളവനെയാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മൾ കണ്ട അറിവാളന്മാരുടെ അവസ്ഥ എന്താ? നമ്മുടെ വീട്ടിലുണ്ടല്ലോ കുറെ MBA-മാര്, നമ്മുടെ വീട്ടിലുണ്ടല്ലോ കുറെ MBBS-കാര്, നമ്മുടെ വീട്ടിലുണ്ടല്ലോ LLB-കാര്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവര് നമ്മളെങ്ങനെ കാണുന്നത്? ഞാൻ ആരെ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ, അല്ല പറിച്ച റബ്ബിനെ ഓർത്തിട്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ ഞാനും നിങ്ങൾ ആലോചിക്കണല്ലോ, നമ്മുടെ മക്കളെ വളർന്ന് 2 മക്കള് ഡിഗ്രി കഴിഞ്ഞ് 3-ാമത്തെ മകള് SSLC എഴുതി നിൽക്കുമ്പോൾ നമ്മുടെ മക്കളിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അമ്മൻ ഹുവ ഖാനിത്തുൻ ആനാ അൽ-ലൈലി സാജിദൻ വ ഖായിമൻ എന്ന് ഖുർആൻ പറഞ്ഞ ഒരു മകനോ മകളോ നമുക്കുണ്ടാ? അറിവ് നേടുന്തോറും, അറിവ് വർദ്ധിക്കുന്തോറും, അറിവ് വളർത്തുന്തോറും, അറിവിലേക്ക് കൂടുതൽ കൂടുതൽ പ്രവേശിക്കുന്തോറും അള്ളാഹുവിന്റെ മുന്നിലേക്ക് വിനയപ്പെട്ട് അവരുടെ ഇബാദത്തുകൾ ഫർളുകളിൽ നിന്ന് സുന്നത്തുകളിലേക്ക് അങ്ങനെ വഴിമാറി വരുന്ന ഒരു ഹൃദയം അള്ളാഹുവിനെ കൊണ്ട് തപിക്കുന്ന ഭയഭക്തമായ ഒരു ഹൃദയത്തിന്റെ ഉടമകളായി അവർ മാറും. അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചും പരലോകത്തെ ഭയപ്പെട്ടും കഴിയുന്ന അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്നാണ് അല്ലാഹു തആല ചോദിച്ചത്. ഇതിനാണ് പ്രിയപ്പെട്ടവരെ അറിവ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അല്ലാതെ അറിവ് നേടുന്നതോടുകൂടി ഇസ്ലാമിൽ നിന്ന് ഇങ്ങനെ അകന്നകന്ന് പോയിട്ട് ദുനിയാവിന്റെ കെട്ടുപാടുകളിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക്, അതിന്റെ എന്നിട്ട് പേരിനൊരു നമസ്കാരമോ അല്ലെങ്കിൽ റമദാൻ മാസത്തില് നമ്മള് ഒരു തൊപ്പിയും വെച്ച് അല്ലെങ്കിൽ തൽക്കാലം താടിയൊന്ന് ആ മാസം ഷേവ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനത്തെ ഒരു ദീൻ അള്ളാന്റെ ദീനിലില്ലല്ലോ, ഉണ്ടാ? ഇല്ലല്ലോ. അള്ളാഹുവിന്റെ ദീൻ അത് വളരെ കൃത്യമായി, വളരെ വ്യവസ്ഥാപിതമായി ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രകാരമാണ് നമ്മൾ ശിരസ വഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച ആ പഠിപ്പിക്കലിന്റെ കൽപ്പനയല്ലേ അള്ളാഹു തആല പറഞ്ഞത്, അസ്ലിം, നീ മുസ്ലിം ആവുക, നിന്റെ ജോലി സ്ഥലത്ത് നീ മുസ്ലിം ആവുക, നിന്റെ ഇടപാടുകളിൽ നീ മുസ്ലിം ആവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തേ ഇത് നമുക്ക് മനസ്സിലാകാത്തത്? എന്തേ നമ്മുടെ മക്കളെ നമുക്ക് മുസ്ലിം ആയിട്ടാണ് മോനെ വളരേണ്ടത്, ഇസ്ലാമിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് മോളെ നമ്മളെപ്പോഴും നിലകൊള്ളേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാ? ഇബ്രാഹിം നബി പറഞ്ഞ ഉത്തരമല്ല ഞാനും നിങ്ങളും പറഞ്ഞത്. എന്നാൽ മുഫസ്സിറുകൾ അതിന് കാരണം പറഞ്ഞത്, ഇബ്രാഹിം നബി പറഞ്ഞ ഉത്തരം അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനായ റബ്ബിന് ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു. എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, മനസ്സിന്റെ വികാര വിചാരങ്ങളെല്ലാം അറിയുന്ന നാഥന് ഞാൻ ഇതാ കീഴ്പ്പെട്ടിരിക്കുന്നു. അവനിൽ നിന്ന് എനിക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല, അവനിൽ നിന്ന് എനിക്കൊന്നും ഒളിപ്പിച്ചു പിടിക്കാൻ കഴിയില്ല. ആ നാഥന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞത്. അതുകൊണ്ട് ഇബ്രാഹിം നബിക്ക് ജീവിതത്തിന്റെ ആ സകല മേഖലയിലും മുസ്ലിം ആകാൻ സാധിച്ചു. എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ പോകുന്നത് ഞാനും നിങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി മുസ്ലിം ആയതല്ല. ഒന്നുകിൽ പാരമ്പര്യമായിട്ട് നമ്മൾ മുസ്ലിങ്ങളായി, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാലത്ത് ജീവിക്കാൻ കുറച്ചുകൂടി എളുപ്പമുള്ള മതം ഇസ്ലാമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളായി. അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാം എന്ന് പറയുന്ന ഈ അടിസ്ഥാനമായ പ്രമാണത്തിന്റെ വായനകളില്ലാതെ നമ്മൾ അങ്ങനെ പോരുന്ന ഒരു മുസ്ലിം ആയിക്കൊണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ് മുസ്ലിം, എന്താണ് കീഴൊതുങ്ങൽ, എന്താണ് വഴിപ്പെടൽ, എങ്ങനെയാണത് നിർവഹിക്കേണ്ടത് എന്ന ബോധം, ഓർമ്മ നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ പലപ്പോഴും ഇല്ലാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സമൂഹം ഓടുന്നതിനനുസരിച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കും. നമ്മുടെ ക്രിസ്ത്യാനിയായ സുഹൃത്ത് അയാളുടെ മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്താണ് പ്ലാൻ ചെയ്യുന്നത്, അത് തന്നെയാണ് എന്റെയും നിങ്ങളുടെയും പ്ലാൻ. ലോണാണോ ലോൺ, പലിശയാണോ പലിശ, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എനിക്കും നിങ്ങൾക്കും പറ്റാത്ത, അല്ലാഹു തആല ഹറാമാക്കി വെച്ചിരിക്കുന്ന ഈ സംഗതികളെ എനിക്ക് പറ്റൂല എന്ന് പറയാൻ, എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കത് എടുക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള ത്രാണിയെങ്കിലും എനിക്കും നിങ്ങൾക്കും വേണ്ടേ? ഏത് ഇബ്രാഹിം നബിയുടെ പാതയാണ് പ്രിയപ്പെട്ടവരെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞ ഹജ്ജ് ചെയ്ത എത്രയോ സഹോദരന്മാർ ഈ കൂട്ടത്തിലുണ്ടാകാം. നമ്മൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്നു എന്ന് പറയുന്ന ഈ സമർപ്പണത്തിന്റെ, പൂർണ്ണമായും അള്ളാഹുവിന് എങ്ങനെയാണ് ജീവിതത്തെ സമർപ്പിക്കേണ്ടത് എന്ന് നമ്മളെ മനസ്സാ വാച കർമ്മണ പരിശീലിപ്പിച്ച അതിമഹത്തായ ഇബാദത്ത് നമ്മുടെ ജീവിതത്തിന്റെ മറ്റ് മേഖലകളിൽ അങ്ങനെ സമർപ്പിക്കാൻ നമുക്ക് പരിശീലനം നൽകുന്നില്ലെങ്കിൽ, ഓർമ്മപ്പെടുത്തുന്നില്ലെങ്കിൽ എന്ത് ഹജ്ജ് പ്രിയപ്പെട്ടവരെ?
ഇസ്ലാം അതിൻ്റെ ആരാധനാ കർമ്മങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയുമാണ് പൂർണ്ണമായി സംശുദ്ധീകരിക്കാനും പൂർണ്ണമായും സംസ്കരിക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി കീഴൊതുങ്ങുവാനും വേണ്ടി നമ്മളോട് ആജ്ഞാപിക്കുന്നത്. ആ ആജ്ഞാപനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വസിയ്യത്ത്. വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവിടുത്തെ സന്താന തലമുറയിലെ ഏറ്റവും പ്രധാന പ്രവാചകൻ പൗത്രനായ യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാകുന്ന ഇസ്രായേൽ സമുദായത്തിന്റെ നേതാവാകുന്ന ആ യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ സന്താനങ്ങളോട് പറഞ്ഞ വസിയ്യത്തും നിങ്ങൾ ഓർക്കണം കേട്ടോ. അതും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം കേട്ടോ. എന്താണ് അവർ പറഞ്ഞത്? തീർച്ചയായും അവർ പറഞ്ഞത് യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. മക്കളെ, നിശ്ചയമായും അള്ളാഹു സവിശേഷമായ ഒരു ദീൻ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആ ദീനിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് കേട്ടോ എന്നാണ് അവർ വസിയ്യത്ത് ചെയ്തത്. ഈ ദീൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ ദീനിന്റെ ഭാഗമാണ് പലിശ എടുക്കരുത് എന്നുള്ളത്. ആ ദീനിന്റെ ഭാഗമാണ് പ്രായപൂർത്തിയായ നമ്മുടെ മക്കളെ ഒറ്റക്കാകാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും സ്ത്രീയും പുരുഷനുമാകുന്നവർ ഒറ്റക്കാകാൻ പാടില്ല എന്നത് ആ ദീനിന്റെ വസിയ്യത്താണ്, ആ ദീനിന്റെ ഉപദേശമാണ്. ഇങ്ങനെ ഓരോ രംഗവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നമ്മുടെ മക്കൾ പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. സവിശേഷമായി ഒരു ദീൻ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ മക്കളോട് പറയേണ്ടത്. മക്കളെ, അള്ളാഹു നൽകിയ ഈ ദീനിനെ, നിങ്ങൾ സവിശേഷമായ ഈ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം കേട്ടോ. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എപ്പോഴായിരിക്കാം മരണം നമുക്കറിയില്ല. എത്രയോ വിദ്യാർത്ഥികൾ എവിടെയൊക്കെയോ വെച്ച് മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ? അത് വെള്ളത്തിലേക്ക് അവര് കുളിക്കാൻ പോയതാണ്, അവർ നീന്താൻ പോയതാണ്, അല്ലെങ്കിൽ അവർ ബൈക്കിൽ പോയതാണ്, അല്ലെങ്കിൽ അവര് ഹോസ്റ്റലുകളിൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല മേഖലകളിലും മരണം നമ്മളോടൊപ്പമുണ്ട് മക്കളെ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് എപ്പോഴാണെങ്കിലും ശരി മുസ്ലിമായിട്ടല്ലാതെ മരണപ്പെടരുത് എന്നതാണ് ഇബ്രാഹിം നബിയുടെയും യഅഖൂബ് നബിയുടെയും മക്കളോടുള്ള വസിയ്യത്ത്. അതും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം. നമ്മളിങ്ങനെ ഫലമ്മാ ബലഅ മഅഹു സഅയ, കൂടെ നടക്കാൻ പ്രായമായപ്പോൾ ഇസ്മായിലിന്റെ കൈ പിടിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇങ്ങനെ കൂടെ കൊണ്ടുപോയി നടന്നിട്ട് വളർത്തിയത് കൊണ്ടാണ് ഞാനിതാ നിന്നെ അറുക്കണമെന്ന് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ പറയാൻ കഴിഞ്ഞത് ഫഫ്അൽ മാ തുഅ്മർ, എന്താണോ റബ്ബ് കൽപ്പിച്ചത് അത് പ്രവർത്തിച്ചോ പിതാവേ എന്ന് പറയാൻ കഴിഞ്ഞത് കൂടെ കൊണ്ട് നടന്നതുകൊണ്ടാണ്, നമ്മളെ ഉപദേശിച്ചു കൊണ്ട് നടന്നതുകൊണ്ടാണ്, നമ്മൾ ആ മക്കളോട് വസിയ്യത്ത് ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ്. ആ മുസ്ലിമായിട്ടല്ലാതെ മരണപ്പെടരുത് മക്കളെ എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ പോയാൽ, എനിക്കും നിങ്ങൾക്കും ആ അമാനത്ത് നിർവഹിക്കാൻ കഴിയാതെ പോയാൽ, ഇസ്ലാമിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ആ മക്കളെ നമുക്ക് ഓർമ്മപ്പെടുത്താൻ കഴിയാതെ പോയാൽ, ഇസ്ലാം ഒരു ഓരത്തേക്ക് പോകും, ഒരു സംശയമില്ല. മക്കൾ വേറൊരു ഓരത്തേക്ക് പോയിട്ടുണ്ടാകും, അതും ഒരു സംശയമില്ല. ഇതിനെ രണ്ടിനെയും കൂടി നമുക്ക് കൂട്ടിമുട്ടിക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല, പിന്നെ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ നമുക്ക് എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നന്നായി നമ്മുടെ അമാനത്ത് നിർവഹിക്കേണ്ട ഒരു സന്ദർഭമാണ് വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്ന ഈ രംഗം. അത് കൃത്യമായി നമ്മൾ ചിട്ടപ്പെടുത്തുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി ഖൗമൻ വയദഉ ബിഹി അൽ-ആഖരീൻ. ഈ കിതാബ് കൊണ്ടാണ് ഒരു ജനത ഉന്നതരായി തീർന്നത്. ഈ കിതാബ് കൊണ്ടാണ്. ഏത് കിതാബ്? അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്ന വേദഗ്രന്ഥത്തിന്റെ വെളിച്ചം, ഹുദയാകുന്ന അള്ളാഹുവിന്റെ സന്മാർഗ ദർശനമാകുന്ന ഈ കിതാബാണ് ഒരു ജനതയെ വാനോളം ഉയർത്തിയത്. ആ കിതാബിനെ അവഗണിക്കല്ലേ എന്നല്ല പറഞ്ഞത്, ആ കിതാബിനെ മറന്നു പോകല്ലേ എന്നല്ല പറഞ്ഞത്, ആ കിതാബും പഠിക്കേണ്ടതാണ് ഒന്നാമതായിട്ട് എന്നല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് ഉന്നതന്മാരായിരിക്കാൻ, നിങ്ങൾക്ക് ഉയരാൻ വേണ്ടി, നിങ്ങൾ അത്യുന്നതന്മാരായിരിക്കാൻ വേണ്ടി, എല്ലാവരേക്കാൾ നിങ്ങൾ മുകളിലായിരിക്കാൻ ആ കിതാബാണ് നിങ്ങൾക്ക് ഏറ്റവും ഒന്നാമതായിട്ട് വേണ്ടത്. വയദഉ ബിഹിൽ ആഖരീൻ. ആ കിതാബിനെ എടുത്ത് താഴെ വെച്ചപ്പോൾ ആ മറ്റൊരു ജനത ആ കിതാബിൽ അഹ്ലുകാരാണ് എന്ന് പറയുന്ന, അതിന്റെ അവകാശികളാണെന്ന് പറയുന്ന, അവരിന്റെ ജന്മിമാരാണ് എന്ന് പറയുന്ന വേറൊരു കൂട്ടം ആളുകൾ അവർ ഈ സമൂഹത്തിൽ ഏറ്റവും താഴേക്ക് പോവുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. അപ്പൊ ആ വേദഗ്രന്ഥത്തോടൊപ്പം നമ്മൾ മക്കളെ ആ ഉന്നതമായ വിദ്യാഭ്യാസത്തിലേക്ക് ഇങ്ങോട്ട് വിടുക.
+2 ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ വേദഗ്രന്ഥത്തോടൊപ്പം നമ്മൾ ആ മക്കളെ ഇങ്ങനെ വിടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോയാൽ ഉറപ്പാണ് ഇസ്ലാമും മുസ്ലിങ്ങളും ലോകത്തിന്റെ മുന്നിൽ എന്നെന്നും ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളായി, വലിയ നക്ഷത്രങ്ങളായി നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതാണ് പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തത്. അതാണ് ഞാൻ നിങ്ങൾ നിർവഹിക്കേണ്ട അമാനത്ത്. ആ മക്കൾ എവിടെ പോയാലും ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന, മുസ്ലിങ്ങളായിട്ടല്ലാതെ മരണപ്പെട്ടു പോകാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി കഴിവിൻ പരമാവധി പരിശ്രമിക്കുന്ന മക്കളാക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അതിന്റെ ശരിയാം വിധം മനസ്സിലാക്കി അതിന്റെ ഗൗരവത്തോടു കൂടി ഉൾക്കൊണ്ട് അതിനനുസൃതമായി പ്രവർത്തിക്കുവാനുള്ള മഹാസൗഭാഗ്യം നൽകി അതിനുള്ള എല്ലാ ത്വാക്കത്തും, വലിയ ത്വാക്കത്ത് വേണ്ട രംഗമാണത്. മക്കൾ പോലും നമ്മളെ അനുസരിക്കാതെ പോവുകയും മക്കൾ പോലും നമ്മൾ പഴഞ്ചനാണ് എന്ന് പറയുകയും വലിയ ഓർത്തഡോക്സ് ആണ് വാപ്പാട് ചിന്ത എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണേ. അതിനുള്ള എല്ലാ ത്വാക്കത്തും നൽകി അല്ലാഹു തആല അവന്റെ ദീനിൽ ശരിയാവണ്ണം ഉറച്ചു നിൽക്കാൻ നമ്മയും നമ്മളോടൊപ്പം ആ മക്കളെയും അല്ലാഹു തആല ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد اتقوا الله عباد الله. عن ابن عمر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إذا تبايعتم بالعينة. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ചു യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടാൻ നമ്മളെപ്പോഴും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകൾ നിർവഹിച്ച് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലായിരിക്കണം എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൊരു ഹദീസ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തബായഅതും ബിൽ ഈന. ഈ ഉമ്മത്ത് എല്ലാ ഇടപാടുകളും പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ, എല്ലാ ഇടപാടുകളും, അത് വിദ്യാഭ്യാസം പോലും അങ്ങനെയായി അല്ലെ, പലിശയുമായി ബന്ധപ്പെടുന്ന ചെറുതും വലുതുമായ, ഗോപ്യമായതും പ്രകടമായതും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലിശയിൽ അധിഷ്ഠിതമായ ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ എല്ലാ ഇടപാടുകളും മാറിക്കഴിഞ്ഞാൽ, വാഹദത്തും അദ്നാബൽ ബഖറ, നിങ്ങളുടെ ഈ ദുനിയാവിലെ ഒരു സമ്പത്താകുന്ന കാലി സമ്പത്തിന്റെ പിന്നാലെ നിങ്ങൾ പായുക. അഥവാ ഒരു വിഭാഗം ആളുകൾ അവരുടെ ജോലി, അവരുടെ വരുമാനം, അതിന്റെ പിന്നാലെ മാത്രം പോവുക. വറളീതും ബിസ്സർ, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള കൃഷി, ആ കാർഷികമായ നിങ്ങളുടെ ഉൽപാദനങ്ങളിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് നിങ്ങൾ ഇങ്ങനെ തൃപ്തിപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയും, വതറക്തുമുൽ ജിഹാദ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമം നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യും. ദീനങ്ങൾ ഉപേക്ഷിക്കുന്നു, ഈ ദുനിയാവിനെ നമ്മൾ ഇങ്ങോട്ട് വാരിപ്പുണരുന്നു. അങ്ങനെ പലിശ അതൊന്നും ഒരു വിഷയമല്ലാത്ത രൂപത്തിൽ ഭൗതികമായ നമ്മുടെ കാര്യങ്ങളും കെട്ടുപാടുകളും മാത്രമായിട്ട് ഇങ്ങനെ പോവുകയും അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ ഇങ്ങനെ ഉപേക്ഷിക്കുകയും ചെയ്താൽ, സല്ലല്ലാഹു അലൈക്കും സുല്ല, അള്ളാഹു നിങ്ങളുടെ മേൽ നിന്ദ്യത ഉറപ്പായും വാഴ്ത്തുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തോരം ഈ ഉമ്മത്തിന് ഇസ്സത്തുള്ള ഉമ്മത്താണ് എന്ന് പറഞ്ഞാലും, ഇസ്ലാം ഇസ്സത്തുള്ള മതമാണ് എന്ന് പറഞ്ഞാലും, ഇങ്ങനെ ഒരു സമൂഹമാണ് നിങ്ങളെങ്കിൽ അള്ളാഹു അവന്റെ ദുല്ല്, അവന്റെ നിന്ദ്യത നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക തന്നെ ചെയ്യും. ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനികും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങി വരുന്നത് വരെ ആ നിന്ദ്യത അള്ളാഹു നിങ്ങളിൽ നിന്ന് ഊരി മാറ്റുകയില്ല, എടുത്തു മാറ്റുകയില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വചനം ഇമാം അബൂ ദാവൂദിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഞാൻ ഈ വചനം വീണ്ടും നിങ്ങളെ കേൾപ്പിക്കുന്നത്, നമുക്ക് ഏറ്റവും ഒന്നാമതായി എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ജിഹാദാണ്. ആ പരിശ്രമമാണ് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ മുറുകെ പിടിക്കുക. ആ കൽപ്പനകൾക്കനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നീക്കുക, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ നിലകൊണ്ടുകൊണ്ട് ഉന്നതമായ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലും നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു തആല എല്ലാവിധ ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ.
ലോകത്ത് മുസ്ലിങ്ങളായിട്ടുള്ള നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ പ്രയാസപ്പെടുന്ന പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല പൂർണ്ണമായ ശിഫാവും പൂർണ്ണമായ ശമനവും പൂർണ്ണമായ മഖ്റജും തുറന്നു കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും വലിയ പ്രയാസങ്ങളില്ലാതെ അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ആ ദീനിൻ്റെ മാർഗത്തിലായി ജീവിച്ച് ആ ദീനിലായി മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലമാകുന്ന സ്വർഗീയ ആരാമങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങൾ അല്ലാഹു തആല പ്രത്യേകമായി ഈ ദീനിലേക്ക് ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രയാസങ്ങൾ, വലിയ പ്രതിസന്ധികൾ ആ രംഗത്ത് സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട്. അത്തരം വലിയ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ അവരുടെ മനസ്സുകളിൽ അല്ലാഹു തആല ഈമാനിനെ ഇട്ടുകൊടുക്കുകയും ഇസ്ലാമിനോടുള്ള സ്നേഹം ഇട്ടുകൊടുക്കുകയും ആ ദീനിലായി കൊണ്ട് വളരുകയും ആ ദീനിലായി കൊണ്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥകളിൽ മുന്നോട്ട് പോകാനുള്ള മഹാവിശാലത നൽകി, ഈമാനികമായ വിശാലത നൽകി അള്ളാഹു അവരെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹു തആല അവർക്ക് പൂർണ്ണമായ മഅഫ്റത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളോട് ദുആഇനെ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. രോഗികളായി കൊണ്ടുള്ളവർക്ക് വേണ്ടി ദുആഇനെ വസിയ്യത്ത് ചെയ്തവരുടെ രോഗങ്ങൾ അല്ലാഹു തആല ശമനമാക്കി കൊടുക്കുമാറാകട്ടെ. വലിയ പ്രയാസങ്ങളില്ലാതെ ഈമാനോട് കൂടി മരണപ്പെടാൻ നമുക്കും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ഓരോരുത്തർക്കും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനത്തെ വാക്ക്, അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും മഹത്തായ വാചകത്തെ ചൊല്ലി മരണപ്പെട്ടു പോകുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകളും ചെറുതും വലുതുമായ നിർബന്ധ സാഹചര്യങ്ങൾ നമ്മൾ ചെയ്തത്, അറിയാതെ ചെയ്തത്, അറിവില്ലാതെ നമ്മളിൽ നിന്ന് വന്നു പോയത് എല്ലാ പാപങ്ങളും അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ വഅലാ കുല്ലി ഉമൂരിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈക തവക്കൽനാ വഇലൈക നുനീബ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ المسلمين واذل الشرك والمشركين. اللهم تقبل دعاءنا واعمالنا منا انك انت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا امه مسلمه لك وارنا مناسكنا وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.